നമസ്കാരം. പ്രധാന വാർത്തകൾ. സാലറി ചലഞ്ച്. സമ്മതപത്രം നൽകാത്തവരിൽ നിന്ന് ശമ്പളം പിടിക്കില്ല. ഉത്തരവ് പ്രതിഷേധം കനത്തതോടെ വയനാടിന്റെ പുനർനിർമ്മാണത്തിനായുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സാലറി ചലഞ്ചിൽ സമ്മതപത്രം നൽകാത്തവരിൽ നിന്ന് ശമ്പളം പിടിക്കില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ. PF വായ്പയ്ക്ക് അപേക്ഷിക്കാനും തടസ്സമില്ലെന്ന് സർക്കാർ അറിയിച്ചു. എല്ലാ ജീവനക്കാരിൽ നിന്നും ശമ്പളം പിടിക്കുമെന്നറിയിച്ച് IMGയും KSEBയും സർക്കുലർ ഇറക്കിയിരുന്നു. ഇത് വിവാദമായതോടെയാണ് വിശദീകരണവുമായി സർക്കാർ രംഗത്തെത്തിയത്. അതേസമയം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാത്ത സർക്കാർ ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് വായ്പ അപേക്ഷ നിരസിക്കുന്നതായി ആരോപണം ഉയർന്നിരുന്നു. കോൺഗ്രസ് സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ വിഷയത്തിൽ പ്രതിഷേധിച്ചിരുന്നു. പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അറിയിപ്പ് പുറപ്പെടുവിച്ചത്. പ്രായം ഒന്നിനും തടസ്സമല്ല. 7ാം ക്ലാസ് പരീക്ഷയ്ക്കെത്തി ഇന്ദ്രൻസ്, അഭിനന്ദിച്ച് മന്ത്രി. സാക്ഷരതാ മിഷൻ നടത്തുന്ന 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതാനെത്തി നടൻ ഇന്ദ്രൻസ്. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് നടൻ പരീക്ഷ എഴുതിയത്. തന്റെ 68ാം വയസ്സിലാണ് ഇന്ദ്രൻസ് 7ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ശനിയും ഞായറും രാവിലെ 9:30 മുതലായിരുന്നു പരീക്ഷ നടക്കുന്നത്. ജില്ലയിൽ നിന്ന് 896 പേരാണ് ഇന്ദ്രൻസിനൊപ്പം പരീക്ഷ എഴുതാനെത്തിയത്. അതേസമയം നടനെ അഭിനന്ദനങ്ങൾ അറിയിച്ച് മന്ത്രി ശിവൻകുട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം അഭിനന്ദനം അറിയിച്ചത്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയുടെ തുടയിൽ സൂചി തുളച്ചു കയറിയ സംഭവം. ജീവനക്കാർക്കെതിരെ കൂട്ട നടപടിക്ക് ശുപാർശ. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിംഗ് ജീവനക്കാർ, അസിസ്റ്റന്റുമാർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർക്കെതിരെയാണ് നടപടിക്ക് അന്വേഷണ കമ്മീഷന്റെ ശുപാർശ. നഴ്സിംഗ് ജീവനക്കാർ അടക്കമുള്ളവരെ ഉടൻ സ്ഥലം മാറ്റും. സംഭവത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് DMOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്ക് നീക്കം. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഹെഡ് നഴ്സുമാർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. സംഭവത്തിൽ ആശുപത്രിയിലെത്തി അന്വേഷണം നടത്തിയ ജില്ലാ നഴ്സിംഗ് ഓഫീസറുടെ റിപ്പോർട്ട്, ജീവനക്കാരുടെ വിശദീകരണം എന്നിവ പരിശോധിച്ചാണ് നടപടി. സംഭവത്തിൽ ജീവനക്കാർക്ക് ഗുരുതര വീഴ്ചയുണ്ടായതായി DMO ജമുന വർഗീസ് കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് നഗരത്തിൽ വിദ്യാർത്ഥികളുടെ തമ്മിൽ തല്ല്. കോഴിക്കോട് നഗരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. ബിയർ കുപ്പികൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. നഗരത്തിലെ 2 ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് തമ്മിൽ ഏറ്റുമുട്ടിയത്. എന്ത് കാരണത്താലാണ് അടിപിടിയെന്ന് വ്യക്തമല്ല. ഒരു കുട്ടിയെ ഒരു കൂട്ടം പേർ ചേർന്ന് പോസ്റ്റിനോട് ചേർത്ത് നിർത്തി മർദ്ദിക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. +2 വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. നാട്ടുകാരും സംഭവത്തിൽ ഇടപെട്ടു. എന്നാൽ സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർ പ്രതികരിച്ചിട്ടില്ല. ഹെലികോപ്റ്റർ തകർന്നു വീണ് അപകടം. ക്യാപ്റ്റൻ അടക്കം 4 പേർ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു. പൂനെ ജില്ലയിലെ പൗഡ് ഗ്രാമത്തിലാണ് കോപ്റ്റർ തകർന്നു വീണത്. മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റുമാണ് അപകട കാരണമെന്നാണ് റിപ്പോർട്ട്. AW139 ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. മുംബൈയിലെ ജുഹുവിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോവുകയായിരുന്നു ഹെലികോപ്റ്റർ. കാപ്പ കേസ് പ്രതിയെ നടു റോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. ചങ്ങനാശ്ശേരി നഗരമധ്യത്തിൽ കാപ്പ കേസ് പ്രതിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. കാപ്പ കേസുകളിലും ക്രിമിനൽ കേസുകളിലും ഉൾപ്പെടെ പ്രതിയായ ചോട്ട ഷമീർ എന്ന് വിളിക്കുന്ന ഫാത്തിമപുരം സ്വദേശി ഷമീർ ഷായ്ക്കാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ജനറൽ ആശുപത്രി റോഡിലാണ് ആക്രമണം നടന്നത്. ഗുണ്ട കുടിപ്പക ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. ആക്രമണം നടത്തിയവർ ഒളിവിലാണ്. സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നും കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ചും അന്വേഷിക്കുന്നുണ്ട്. നടൻ സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറി, ശാരീരികമായി പീഡിപ്പിച്ചു. ഗുരുതര ആരോപണവുമായി നടി രേവതി സമ്പത്ത്. നടൻ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി രേവതി സമ്പത്ത് രംഗത്ത്. നടൻ സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയെന്നും ചെറിയ പ്രായത്തിലാണ് ദുരനുഭവം ഉണ്ടായതെന്നും അവർ വ്യക്തമാക്കി. സിദ്ദിഖ് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു. വലിയ സ്വപ്നങ്ങളോടെയാണ് സിനിമാ മേഖലയിലേക്ക് വന്നത്. +2 കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അയാൾ ബന്ധപ്പെടുന്നത്. ഒരു സിനിമ പ്രൊജക്ട് ഉണ്ടെന്നും സംസാരിക്കാമെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. പീഡനാനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയെന്നും നടി ആരോപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളെ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സിദ്ദിഖ് അങ്ങനെയെങ്കിൽ ക്രിമിനൽ അല്ലേ എന്നും നടി ചോദിച്ചു. നിയമ നടപടി എന്നല്ല, ഇനി ഒന്നിനുമില്ല. അത്രത്തോളം ജീവിതത്തിൽ അനുഭവിച്ചു. തനിക്ക് മാത്രമല്ല തന്റെ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. തനിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ പ്രതീക്ഷയുണ്ട്. റിപ്പോർട്ടിൽ ഇനി എന്ത് തുടർ നടപടി എന്നതാണ് കാര്യം. വിഷയത്തിൽ പ്രാധാന്യം നൽകണമെന്നും രേവതി സമ്പത്ത് ആവശ്യപ്പെട്ടു. ചാവക്കാട് ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മണത്തല
പോക്കാക്കില്ലത്ത് റസാക്കിന്റെ മകൻ ഇല്യാസാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ചാവക്കാട് ജംഗ്ഷനിലെ ട്രാഫിക് ഐലൻഡിന് സമീപമാണ് അപകടമുണ്ടായത്. മണ്ണന്തല ഭാഗത്തേക്ക് പോവുകയായിരുന്നു 2 വാഹനങ്ങളും. ടിപ്പർ ലോറി ഇല്യാസ് സഞ്ചരിച്ച സ്കൂട്ടറിൽ കൊളുത്തി വലിക്കുകയായിരുന്നു. തുടർന്ന് സ്കൂട്ടറും യാത്രികനും ലോറിക്കടിയിലേക്ക് വീണു. സംഭവം കണ്ട് നാട്ടുകാർ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ലോറി നിർത്തിയെങ്കിലും പിൻഭാഗത്തെ ചക്രം ഇല്യാസിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. ഉടൻ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഗൾഫിലായിരുന്ന ഇല്യാസ് 2 ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത്. മാന്നാറിലെ വീട്ടിൽ നിന്ന് പിടികൂടിയത് 31 ലിറ്റർ ചാരായം, 600 ലിറ്റർ കോട. യുവാവ് പിടിയിൽ. വാറ്റുചാരായവും കോടയും വാറ്റുപകരണങ്ങളുമായി ഒരാളെ എക്സൈസ് സംഘം പിടികൂടി. മാന്നാർ വലിയകുളങ്ങര വാസുദേവം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചെന്നിത്തല കാഴാഴ്മ പടിഞ്ഞാറെ പൗവത്തിൽ കിഴക്കതിൽ സുനിൽകുമാറിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്നും 31 ലിറ്റർ ചാരായവും 600 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും സംഘം പിടിച്ചെടുത്തു. ഓണവിപണി ലക്ഷ്യമിട്ട് വൻതോതിൽ ചാരായം വാറ്റാൻ പ്രതി പ്ലാൻ ചെയ്തിരുന്നു. ഇത് രഹസ്യമായി അറിഞ്ഞ ചെങ്ങന്നൂർ എക്സൈസ് സംഘവും തന്ത്രപരമായി ഇയാളെ വലയിലാക്കുകയായിരുന്നു. രഞ്ജിത്തിന്റെ രാജിക്കാര്യത്തിൽ അല്പം കൂടി ക്ഷമ വേണം. CPM തീരുമാനം. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കുമെന്നാണ് സൂചന. രഞ്ജിത്തിനോട് രാജിവെക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടതായും വിവരമുണ്ട്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം എന്ന ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയപ്പോഴായിരുന്നു ദുരനുഭവം ഉണ്ടായതെന്നാണ് നടി പറഞ്ഞത്. കയ്യിലും വളകളിലും തൊട്ടു, പിന്നീട് കഴുത്തിലും മുടിയിലും തലോടിയെന്നും മിത്ര വിവിധ മാധ്യമങ്ങളോട് പറഞ്ഞു. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത അകലയിലെ അഭിനയം കണ്ടാണ് രഞ്ജിത്ത് പാലേരി മാണിക്യത്തിലേക്ക് വിളിക്കുന്നത്. ഓഡിഷനെല്ലാം കഴിഞ്ഞതായിരുന്നു. രാവിലെ സംവിധായകൻ രഞ്ജിത്തുമായി കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. മലയാള സിനിമ വളരെ ഇഷ്ടമായിരുന്നു. മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാൻ പോകുന്നതിന്റെ സന്തോഷമുണ്ടായിരുന്നു. വൈകിട്ട് അണിയറ പ്രവർത്തകർക്കായി പാർട്ടി ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. നിർമ്മാതാവാണ് ക്ഷണിച്ചത്. ഇവിടെ വെച്ച് തന്റെ റൂമിലേക്ക് വരാൻ രഞ്ജിത്ത് ക്ഷണിച്ചു. സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണെന്നാണ് ഞാൻ കരുതിയത്. റൂമിലെത്തിയതും അദ്ദേഹം കയ്യിൽ തൊട്ടു, വളകൾ പിടിച്ചു. ഇത് വളരെ പ്രയാസമുണ്ടാക്കി.